الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الإخوة المؤمنون أوصيكم ونفسي أولا بتقوى الله. قال تعالى في كتابه الكريم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتشكروا الله على ما هداكم ولعلكم تتقون. صدق الله العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, പ്രപഞ്ചമഖിലം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് നിങ്ങളേവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ റമളാൻ പടിവാതിക്കലെത്തി നിൽക്കുന്നു. റമളാനിനെ കുറിച്ച് നോമ്പ് നോറ്റ് വന്നിരുന്ന് ആദ്യന്തം കേൾക്കുന്നതിനേക്കാൾ നോമ്പിനു വേണ്ടി നേരത്തെ സന്നദ്ധരാവുകയാണ് വേണ്ടത് എന്നൊരഭിപ്രായത്തിൽ നാം ഷഅബാനിലെ ഖുതുബയിലാണ് റമളാനിനെ കുറിച്ച് പരാമർശിക്കണം. നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെ തിരിച്ചുവരവിൻ്റെ നൂറ്റാണ്ടാണ് എന്ന വിഷയത്തിൻ്റെ ഒരു ഭാഗമായി റമളാനിലെ പരാമർശിക്കാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. റമളാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ കാലമാണ്.
വ്രതാനുഷ്ഠാനത്തിലൂടെ എന്താണ് നാം നേടിയെടുക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന്റെ അവസാനം വിശദീകരിച്ചുകൊണ്ട് നോമ്പിന്റെ അവസാനം പരാമർശിക്കുന്ന ആയത്തിലും തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹാ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസ് ലഅല്ലഹും യത്തഖൂൻ. ഈ തഖ്വ എന്നത് മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വികാരമല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തെ ആമൂലാഗ്രം സംസ്കരിച്ചെടുക്കുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പടക്കളത്തിലിറങ്ങുമ്പോഴും തഖ്വയെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നത്, വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും തഖ്വയെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും വിശ്വാസിയുടെ ജീവിതത്തിൽ തഖ്വയുണ്ട്. തഖ്വയാണ് വിശ്വാസിയുടെ യഥാർത്ഥ ചാലക ശക്തി. ആ ശക്തിയുടെ തള്ളലിലാണ് നന്മയിലേക്ക് പോകുന്നതും തിന്മയിൽ നിന്ന് അകലുന്നതും. ഇങ്ങനെ തഖ്വ അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഒരു മാസക്കാലം പ്രത്യേകമായി വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ തഖ്വ ഉണ്ടായാൽ അടിസ്ഥാനപരമായി ഉമ്മത്ത് മുസ്ലിമയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ എന്തിനാണ്? നന്മയുണ്ടാക്കാൻ, തിന്മ ഇല്ലാതാക്കാൻ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. ഉമ്മത്ത് മുസ്ലിമ ഭൂമിയിൽ ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടിയല്ല, ഭൂമി മുഴുവൻ പിടിച്ചടക്കി അവരുടേതാണെന്ന് പറയാൻ വേണ്ടിയല്ല, അവരുടെ ആദർശം അംഗീകരിക്കാത്തവരെ മുഴുവനും പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടത്. പിന്നെ എന്തിനാണ്? അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ. നന്മയുണ്ടാക്കുക, തിന്മ ഇല്ലാതാക്കുക. ഈ ദൗത്യം നിർവഹിക്കാൻ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഈ ഉമ്മത്തിന്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഏത് ചർച്ച നാം കേൾക്കുമ്പോഴും നാം നമുക്ക് വേണ്ടി എന്ന ഒരു ചിന്തയാണ് മനസ്സിൽ വരുന്നത്. എന്തിനാണ് മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടി. പാകിസ്ഥാനിൽ ജീവിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി. ബംഗ്ലാദേശിൽ ജീവിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി. അമേരിക്കയിൽ ജീവിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ല. മുസ്ലിം എവിടെയുണ്ടെങ്കിലും അയാൾ ജീവിക്കുന്നത് മനുഷ്യരാശിക്ക് വേണ്ടിയാവണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ ഉത്തമ സമുദായമാണ് നിങ്ങൾ. ആ ദൗത്യ നിർവഹണത്തിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മിലുള്ള ഒരുപാട് തിന്മകൾ ആദ്യമായി നാം ദൂരീകരിക്കണം. മനുഷ്യനിൽ നവരസങ്ങളുണ്ട്. വ്യത്യസ്തമായ 9 വികാരങ്ങളാണത്. ആ വികാരങ്ങളിൽ നന്മയില്ലാത്തതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്നേഹവും ആർദ്രതയും വാത്സല്യവും നിലനിർത്തിക്കൊണ്ട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കണം. അങ്ങനെ സംസ്കരിച്ചെടുക്കാൻ, വേണ്ടാത്ത എല്ലാ ദുശീലങ്ങളും മാറ്റിക്കളയാൻ, സൽസ്വഭാവം ഉയർത്തിക്കാണിക്കാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു. അതാണ് നോമ്പിനെ കുറിച്ചുള്ള വിശദീകരണത്തിൽ നിങ്ങൾ പലപ്പോഴും കേട്ടതും പഠിച്ചതുമാണ്.
നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലല്ല. ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരു പ്രത്യേക പരിശീലനമാണ്. ആ പരിശീലനത്തിലൂടെ ഉണ്ടാവേണ്ടതോ നാം പഠിച്ചറിഞ്ഞതിൻ്റെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ നേരെ എതിരാണ്. നമ്മൾ സാധാരണ കേൾക്കാറ് ഒരാൾ നോമ്പ് നോറ്റാൽ പിന്നെ അയാളോട് സംസാരിക്കാനൊന്നും പറ്റുകയില്ല. ശ്രദ്ധിക്കണം, അയാൾ നോമ്പ് നോറ്റിരിക്കുന്നു, പൊട്ടിത്തെറിക്കുന്ന അർത്ഥം. ഇത് നോമ്പിന്റെ നേരെ എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് പ്രതികരിക്കുന്നത് നിയന്ത്രിക്കണം. അയാളുമായി ആരെങ്കിലും തെറി പറയാൻ വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കളയാം എന്ന് വിചാരിച്ചു വന്നാൽ, ഫല്യഖുൽ ഇന്നി സ്വായിം, ഞാൻ ഇതിനൊന്നുമില്ല, ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുക. ചീത്ത പറഞ്ഞവനെ അതിനേക്കാൾ മോശമായ വാക്കുപയോഗിച്ച് തെറി തിരിച്ചു പറയുകയല്ല, അടിക്കാൻ വന്നവനെ തിരിച്ചടിക്കുകയല്ല. ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള, അപ്പുറത്ത് രൗദ്രത്തിന്റെ ഒരു വലിയ പർവ്വതം തന്നെ പൊങ്ങിയാലും നിങ്ങളുടെ മനസ്സിൽ രോഷമില്ല, രൗദ്രമില്ല, കോപമില്ല. കാരണം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചവരാണ്. അങ്ങനെയാണ് നോമ്പിന്റെ നിയ്യത്ത്. ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചത്. ആ അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ച വ്യക്തി അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അയാളുടെ ദിനരാത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൂടെ ഒരു സംസ്കരണം സാധിക്കണം. ആ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളോ അത് ആ ഒരു മാസം കഴിയുന്നതോടുകൂടി ശവ്വാൽ മാസത്തിൽ തക്ബീർ ചൊല്ലി പെരുന്നാൾ ആഘോഷിക്കുന്നതോടുകൂടി മാറ്റിവെക്കാനുള്ളതല്ല. ആ റമദാനിന്റെ 30 ദിവസത്തെ പരിശീലനം ശവ്വാലിൽ തുടങ്ങുന്ന 11 മാസം നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമസ്കാരത്തിന് മൈതാനിയിലേക്ക് പോകുന്ന ആളുകൾ അവർ ചെയ്ത സുഹൃതങ്ങൾക്ക് പുറമെ ഒരു സുഹൃതവും കൂടി ചെയ്തിട്ടാണ് പോകേണ്ടത്, സക്കാത്തുൽ ഫിത്ർ. ഇതൊന്നിച്ച് അള്ളാഹുവിലേക്ക് പോകാതെ വഴിമധ്യേ തടഞ്ഞു വെക്കപ്പെടും. എപ്പോഴാണത്? 2 സത്യവിശ്വാസികൾ തമ്മിൽ പിണക്കത്തിലാണ്. അവരുടെ പിണക്കം തീർന്നതിന് ശേഷം മതി ഈ സുഹൃതങ്ങൾ വാനലോകത്തേക്ക് കയറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ, ഉത്തരവാദപ്പെട്ട മലക്കുകൾ അത് വഴിമധ്യേ തടഞ്ഞു വെക്കും. ഇയാളുടെ 30 ദിവസത്തെ നോമ്പും ഫിത്ർ സക്കാത്തും എല്ലാം അടങ്ങിയ ഭാണ്ഡമാണ് അവിടെ നിൽക്കുന്നത്. എന്തിനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ഇത് പഠിപ്പിച്ചത്? പെരുന്നാൾ എന്ന് പറയുന്നതോടുകൂടി ഈ പ്രത്യേക പരിശീലനത്തിൽ തെളിഞ്ഞ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ ആരെയും വെറുക്കാൻ ഇടമുണ്ടാകരുത്. ആരോടും പകയും വിദ്വേഷവും നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിൽക്കരുത്. സ്നേഹം, സ്നേഹം മാത്രം. അള്ളാഹുവിന്റെ അടിമയാണ് എന്നോർക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ചെറുതാവുന്നു. ഞാൻ ആരാണ്? ഒന്നുമല്ല, അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. റബ്ബ് എന്ത് കൽപ്പിച്ചാലും അതപ്പടി അനുസരിക്കാൻ ബാധ്യസ്ഥനായ അബ്ദ്, അള്ളാഹുവിന്റെ അടിമ. ഇതാണ് എൻ്റെ വിശേഷം. അതുകൊണ്ട് ഞാൻ ആരെക്കാളും ഉയർന്നവനല്ല, ആരെക്കാളും എനിക്കൊരു പ്രത്യേകതയുമില്ല. ഞാൻ ആരെയും വെറുക്കാനോ എൻ്റെ വരുതിയിൽ വരുത്താനോ ശ്രമിക്കേണ്ടതില്ല. കാരണം
ഞാൻ വിനീതനായ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു. ഇത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴില്ല. ആരെങ്കിലും നമ്മെ ഒന്ന് എതിർക്കുമ്പോൾ നമ്മുടെ രക്തം തിളക്കുന്നു. അയാൾ പറഞ്ഞ പദത്തേക്കാൾ മോശമായ പദം നമ്മുടെ മനസ്സ് തിരയുന്നു. എന്നിട്ട് അതിൽ മറുപടി കൊടുത്താലേ പറ്റൂ. ശാരീരികമായാണെങ്കിലോ അതിനേക്കാൾ കൂടുതൽ ശക്തിയിൽ തിരിച്ച് ആക്രമിക്കാനുള്ള പ്ലാൻ ഇടുന്നു. ഇതല്ല ഉമ്മത്തിന്റെ ജോലി. ഈ ഉമ്മത്ത് ഇവിടെ നിലനിൽക്കുന്നത് ഇങ്ങനെ ഭൂമിയിൽ നാശമുണ്ടാക്കാനല്ല. മലക്കുകൾ ആദ്യമേ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. ഭൂമിയിൽ നാശമുണ്ടാക്കും, രക്തം ചിന്തും. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെയാണോ അള്ളാഹുവേ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അയക്കുന്നത് എന്ന് അന്നേ അവർ ചോദിച്ചതാണ്. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ് അള്ളാഹു അവരോട് മറുപടി പറഞ്ഞത്. ആ മലക്കുകൾക്കറിയാത്തത് ഒരു സത്യവിശ്വാസിയുടെ ആ ഉന്നത സ്വഭാവമാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ദൗത്യമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങളുടെ സമ്പൂർത്തിയാണ് എന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം. സൽസ്വഭാവത്തിൽ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും പൂർത്തിയാക്കി കഴിഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. അതിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നത്. അലാ ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇതെല്ലാം എന്നിൽ നിന്ന് നേരിട്ട് പഠിച്ചവരുണ്ടല്ലോ, അവർ ഇവിടെ വരാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കണം എന്ന് തിരുമേനി ഏൽപ്പിക്കുകയും ചെയ്തു. അത് അന്ത്യപ്രവാചകന്റെ വസിയ്യത്താണ്. ഈ ദൗത്യമാണോ ഞാനും നിങ്ങളും നിർവഹിക്കുന്നത്? ഈ ദൗത്യത്തിന് സന്നദ്ധരാകാനാണോ നാം നോമ്പനുഷ്ഠിക്കുന്നത്? എങ്കിൽ നമ്മുടെ നോമ്പ്, നമ്മുടെ ജീവിതം സഫലമാണ്. അതല്ല, നാം ജീവിതത്തിൽ വ്യക്തമായ ഒരു ദൗത്യമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. നമ്മെക്കുറിച്ച് ഖുർആനിന്റെ ഭാഷയിൽ ഖസിറ എന്ന, ഖുസ്റാനും മുബീൻ, വ്യക്തമായ നഷ്ടം. എന്ത് നേടി? ഇഹലോകത്താരും ഒന്നും നേടുന്നില്ല. ഇഹലോകത്തുള്ള നേട്ടം വെറും വികാരം മാത്രമാണ്. താൽക്കാലികമായ ജയം, താൽക്കാലികമായ സമ്പാദ്യം എല്ലാം നമുക്ക് വേണ്ടതല്ല. നാം ഇവിടെ വെച്ചു പോകും. ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ ഏറ്റവും വലിയ ധനാഢ്യനായ ഖാറൂന് പോലും ഒരു രത്നക്കല്ല് കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും ലഭ്യമല്ല ഒന്നും. നമ്മുടെ സുഹൃതങ്ങൾ മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലെ ഈ സമ്പാദ്യം വെറും താൽക്കാലികമായ ഒരു സംവിധാനം മാത്രമാണ്. അത് ഞാൻ എൻ്റെ പരലോകത്തിനു വേണ്ടി എൻ്റെ സുഹൃതങ്ങളിൽ ഒരു സുഹൃതമായി ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കാത്തവർക്ക് പിഴച്ചു. ആ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാനാണ് നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മ മനുഷ്യനിൽ കുറഞ്ഞു വരുന്നത് അവന്റെ ശാരീരികമായ വികാരങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. ആ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള സംവിധാനമാണ് നോമ്പ്. അത് ആഹാരപാനീയങ്ങൾ ഹലാലാക്കിയ, കുടിക്കാൻ അനുവദിച്ചു തന്ന തമ്പുരാൻ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉപയോഗിക്കരുത് എന്ന കൽപ്പനയിലൂടെ തുടങ്ങുന്നു. വെള്ളം നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങൾ സാധാരണ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം
അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ആ വെള്ളം നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ കുടിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ആഹാരമുണ്ട്, പാകം ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന പലതുമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഞാനത് ഈ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരടിമ തന്റെ യജമാനനുമായുള്ള ബന്ധം സുദൃഢമാവുകയാണ്. 30 ദിവസം എന്താണോ അള്ളാഹു പറഞ്ഞത് അതുമാത്രം ചെയ്യാനുള്ള നിഷ്കർഷയിൽ ആഹാരപാനീയങ്ങൾ പോലും വെടിയുന്ന മനുഷ്യൻ, തനിക്ക് തന്റേതായി ഉപയോഗിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഇണയെപ്പോലും മാറ്റി നിർത്തുന്ന മനുഷ്യൻ, അയാൾ എന്താണ് ചെയ്യുന്നതെന്ന ബോധത്തോടു കൂടിയാണ് 30 ദിവസം നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ, 1 മാസം നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ അയാളിൽ തീർച്ചയായും മാറ്റമുണ്ടായിരിക്കും. ആ മാറ്റമാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളിലുള്ള തഖ്വ. തഖ്വ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഒരു ശക്തി. ആ ശക്തിയാണ് പിന്നെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, നന്മയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മയിലേക്ക് പോകുമ്പോൾ നമ്മെ നാം അറിയാതെ പിടിച്ചു വലിച്ച് അത് തിന്മയാണ്, നിന്റെ വഴിയല്ല എന്ന് പറയുന്ന ഒരു ശക്തി നമ്മിൽ അന്തർലീനമായി നമുക്കുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതാണ് നോമ്പിലൂടെ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ആ മാറ്റം ഉണ്ടാകുന്നതോടുകൂടി ബാക്കിയെല്ലാം ഉണ്ടായി. സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് നാം ബോധവാന്മാരായി. നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും എല്ലാം അതോടുകൂടി ശരിപ്പെട്ടു. ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം 10 മടങ്ങ് വർദ്ധിച്ചു. നാം എവിടെ എന്താണോ ചെയ്യുന്നത് അവിടെയെല്ലാം അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ആ നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായി ഒരു സത്യവിശ്വാസി എവിടെ ജീവിച്ചാലും അയാളുടെ ജീവിതം മനുഷ്യരാശിക്ക് അനുഗ്രഹമാണ്. അങ്ങനെ മനുഷ്യർക്ക് വേണ്ടി, മുഴുവൻ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന പരിശീലന കളരിയാണ് വിശുദ്ധ റമളാൻ. ഒരുപാട് കാലം നോമ്പ് നോറ്റ എന്റെ സഹോദരന്മാർ സഹോദരികൾ സ്വയം ചോദിക്കൂ, റമളാൻ നമ്മിൽ മാറ്റമുണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ? നോമ്പ് അനുഷ്ഠിക്കാത്തവർ ഉണ്ടാകും. പക്ഷേ നോമ്പ് അനുഷ്ഠിച്ചവരോടാണ് എനിക്ക് പറയാനുള്ളത്. നോമ്പ് അനുഷ്ഠിക്കുകയും അതിലൂടെ പുണ്യം പ്രതീക്ഷിക്കുകയും റമളാനിന്റെ രാവുകൾ പരമാവധി ആരാധനയിൽ മുഴുകി കഴിച്ചു കൂട്ടുകയും ചെയ്ത എന്റെ സഹോദരന്മാരോട് സഹോദരികളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ റമളാനിന്റെ സ്വാധീനം നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് നോമ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മറ്റാർക്കുമില്ലാത്ത പ്രത്യേകതകളുണ്ട് എന്ന് നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ പ്രത്യേകതകൾ നിങ്ങളുടെ തഖ്വയാണെന്നും ആ തഖ്വ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിങ്കൽ നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠരാക്കുമെന്നും നോമ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നോ? അങ്ങനെയുള്ള ഒരു നോമ്പാണ് നാം നോൽക്കാൻ തയ്യാറാകേണ്ടത്. റമളാൻ കഴിയുമ്പോൾ നാം അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠരാവണം, ഭൂമിയിൽ വിനീതരും. നമ്മുടെ ശ്രേഷ്ഠത നാം ഇവിടെ അവകാശപ്പെടാൻ പോകരുത്. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമി വലാ ലി അബിയദ അലാ അസ്വദ് കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. അതാണ് ഇസ്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തരുന്ന വിനീത ചിന്ത. നമ്മളെല്ലാം ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ്.
ആ മക്കൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും അവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മറ്റുള്ളവരുടെ മീതെയാണ് ഞാൻ എന്ന ചിന്ത മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മായ്ച്ചു കളയുക. അങ്ങനെയുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ പൂർവികർ എന്താണ് ചെയ്തിരുന്നത് എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഭരണാധികാരി അങ്ങാടിയിൽ പോയി ഭാരം ചുമന്ന് ഞാൻ വലിയവനല്ല എന്ന് എനിക്ക് തോന്നേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് നാം അനുസ്മരിച്ചിട്ടുണ്ട്. വലുപ്പം അല്ലാഹുവിങ്കലാണ്. ഭൂമിയിൽ മനുഷ്യൻ വലുതാകാൻ നിന്നാൽ അത് അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്. അൽ കിബ്രിയാഉ റിദാഇ, വലുപ്പത്തരം അത് എന്റെ അലങ്കാരമാണ്. അല്ലാഹു അക്ബർ എന്ന് നാം പറയുന്നതില്ലേ, ആ പറയുന്നതിന്റെ അർത്ഥമാണ്. ഇവിടെ വലിയവൻ ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ്. സൃഷ്ടികളായ നാം എല്ലാം നിസ്സാരന്മാരാണ്. ആ വിനീതരായി വിനയത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തുന്നത്. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വമാ തവാളഅ അബ്ദുൻ ഇല്ലാ റഫഅഹു അല്ലാഹ്. ഒരടിമ വിനീതനായാൽ അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തും. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വിനയം ഒരു മനുഷ്യനുണ്ടായാൽ അല്ലാഹുവിങ്കൽ അയാൾ ഉന്നതനായി മാറും. അതുകൊണ്ട് സഹോദര സഹോദരി, ആത്മപരിശോധന നടത്തി പശ്ചാത്തപിച്ച് വരാനിരിക്കുന്ന റമളാനിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറാവുക. ഈ റമളാൻ നമ്മുടെ ജീവിതത്തെ ഊടും പാവും മാറ്റിക്കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതമാക്കാൻ സാധിക്കണം. അതിന് നാം തയ്യാറെടുക്കണം. മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും നിങ്ങളെ ഉണർത്തുകയാണ്. റമളാൻ വിശ്വാസികളെ തഖ്വയിലൂടെ വളരെയേറെ ഉയർത്തിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം. ആദ്യം പഠിച്ചു നോക്കിയത് മുസ്ലിങ്ങൾ ശത്രുക്കൾക്കെതിരിൽ വിജയം നേടിയ അനേകം അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ ഇസ്ലാമിക ചരിത്രം നിരത്തി വെക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് നമുക്ക് ഓർക്കാം. ഒന്നാമതായി യൗമൽ ഫുർഖാൻ, യൗമൽ തഖൽ ജംആൻ. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. സത്യാസത്യ വിവേചനത്തിന്റെ സന്മാർഗത്തിന്റെ ഖുർആൻ. ആ ഖുർആനിന്റെ യൗമുൽ ഫുർഖാനായി, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസമായി ഗസ്വത്ത് ബദറിൽ കുബ്ര 300 ചില്വാനം മുഅ്മിനുകൾ 1000-ഓളം വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തി. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം സത്യത്തിലേക്ക് വിളിച്ചിട്ട് തിരുമേനിയെ എങ്ങനെയെങ്കിലും വകവരുത്താൻ വേണ്ടി പ്ലാനിട്ട സമൂഹം
അവരിൽ നിന്ന് മാറി നിൽക്കാൻ, അങ്ങനെ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി വിശുദ്ധ മദീനയിലെത്തി. രണ്ടാമത്തെ വർഷമാണ് ഈ സമരം നടക്കുന്നത്. പിന്നെയും 6 കൊല്ലം കഴിഞ്ഞു. ഹിജ്റ 8-ാം വർഷം ഫതഹ് മക്ക. അതോടുകൂടി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മക്ക, മദീന അടക്കമുള്ള പ്രദേശം ഇസ്ലാമിലേക്ക് വന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് നടന്ന ഈ 2 ഇസ്ലാമിക വിജയം, പിന്നീട് ഹിജ്റ 91-ാം വർഷം മുസ്ലിങ്ങൾ സ്പെയിൻ ജയിച്ചടക്കി. ഹിജ്റ 94-ാം വർഷം ഇസ്ലാം അതിന്റെ ജൈത്രയാത്ര ഹിന്ദ് സിന്ധ് ഭാഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കയറി വന്നു. ഇതെല്ലാം റമളാൻ മാസത്തിൽ നടന്ന സംഭവങ്ങൾ മാത്രമാണ്. പിന്നീട് കുരിശ് യുദ്ധത്തിന്റെ അവസാനം ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധം അവസാനിച്ചു. ഹെത്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ കുരിശ് യുദ്ധക്കാരെ പരാജയപ്പെടുത്തി. റമളാനിൽ ഒരു 60-70 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും മുസ്ലിങ്ങൾ ആക്രമണത്തിന് വിധേയരായി. തത്താരികൾ, ഞാൻ നേരത്തെ നിങ്ങളെ വിശദമായി കേൾപ്പിച്ച ആക്രമണങ്ങൾ നടത്തി ഇസ്ലാമിന്റെ തലസ്ഥാന നഗരമായ ബഗ്ദാദ് ഒന്നിച്ച് നശിപ്പിച്ചു. ആ തത്താരികളെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി. റമളാനിൽ 657 വിജയം. മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാവുക അവർ അള്ളാഹുവിനോട് അടുക്കുമ്പോഴാണ്, അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകുമ്പോഴാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നെയും പ്രധാനപ്പെട്ട ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമാണ്. മുസ്ലിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിളും റോമും ജയിച്ചടക്കും. അതിലാദ്യം കോൺസ്റ്റാന്റിനോപ്പിളാണ് ജയിച്ചടക്കുക. ഫല നിഅമൽ അമീറു അമീറുഹാ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുന്ന പട്ടാളത്തിന്റെ നേതാവ് അത്യുത്തമനായ ഒരു വ്യക്തിയായിരിക്കും. മുഹമ്മദുൽ ഫാത്തിഹ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കി. ഹിജ്റ 9-ാം നൂറ്റാണ്ട് റമളാനിൽ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചടിക്കാൻ പറ്റുകയില്ല എന്ന് തോന്നിയ ജൂത സൈന്യത്തെ ഇസ്രായേലിന് 1973 റമളാനിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി. സീനാ മരുഭൂമിയിൽ നിന്ന് അവർ മാറി നിൽക്കുന്ന ഒരു കരാറുണ്ടാക്കാൻ അതുവഴി സാധിച്ചു. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങളുടെ വിജയം റമളാനിൽ. എന്തുകൊണ്ട്? റമളാനിൽ വിശ്വാസികൾ തഖ്വയിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അവരുടെ മനസ്സ് അള്ളാഹുവിൽ ബന്ധിതമാകുന്നു. അള്ളാഹുവിനോടുള്ള ബന്ധം നമ്മുടെ മനസ്സിനുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക. റമളാൻ നമ്മുടെ വിജയത്തിന്റെ മാസങ്ങളാകണം. അതാവണമെങ്കിൽ നാം ജീവിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാവണം, നമുക്ക് വേണ്ടിയാകാൻ പാടില്ല. നാം സ്വാർത്ഥികളായാൽ അള്ളാഹു നമ്മെ സഹായിക്കുകയില്ല. നാം മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ത്യാഗികളായാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ആ സഹായമില്ലെങ്കിൽ നാം ഒന്നുമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സൈന്യാധിപനെ വിളിച്ച് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്ത കാര്യം ഞാൻ പലതവണ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജയിക്കുന്നത് ആയുധബലം കൊണ്ടോ സംഖ്യാബലം കൊണ്ടോ അല്ല.
അതൊക്കെ ശത്രുക്കൾക്ക് എപ്പോഴും നിങ്ങളെക്കാളുമുണ്ട്. നിങ്ങൾ ജയിക്കുന്നത് ശത്രു പാപിയാവുകയും നിങ്ങൾ പുണ്യവാന്മാരാവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന പുണ്യവാന്മാരാകാതെ പട്ടാളക്കാർ പാപം ചെയ്തു തുടങ്ങിയാൽ പിന്നെ ജയിക്കുക ശത്രുവാണ്. കാരണം അവന് ആയുധം അധികമുണ്ട്, പട്ടാളക്കാരധികമുണ്ട്, സൗകര്യങ്ങൾ അധികമുണ്ട്. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുസരണം എന്ന ആ മേലങ്കി എടുത്ത് ധരിക്കണം. അതാണ് നിങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹരാക്കുന്നത്. ഇക്കാര്യം നാം ഓർത്തുകൊണ്ട് നാം അള്ളാഹുവിന്റെ അനുസരണം എന്ന് പറയുന്ന ആ അലങ്കാര വസ്ത്രം അണിയുകയും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പാപം ചെയ്യുന്ന ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്ത് നന്മയുടെ പ്രതീകങ്ങളാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. റമളാൻ നമ്മുടെ ജീവിതത്തെ ആമൂലാഗ്രം മാറ്റാൻ പറ്റുന്ന ചാലകശക്തിയായി ഉപയോഗപ്പെടുത്താൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിലെ നോമ്പ് അതിൻ്റെ എല്ലാ നിബന്ധനകളോടും കൂടി അനുഷ്ഠിക്കാൻ റമളാനിലെ ദിനരാത്രങ്ങൾ ധാരാളം പ്രതിഫലം നേടാൻ വേണ്ടി ഉപയോഗിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. ഈ റമളാനിൽ നമ്മോടൊപ്പമില്ലാതെ ഇതുവരെ നമ്മോടൊപ്പമുണ്ടായ ഓർമ്മകളുമായി ഒരുപാട് ആളുകളെ നാം അനുസ്മരിക്കുന്നു. ഒരു പക്ഷേ ഒരു റമളാൻ കഴിഞ്ഞ് മറ്റൊരു റമളാൻ വരെ നാം നിൽക്കുകയില്ല എന്ന ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സദുവൃത്തരായ അടിയാറുകൾക്കും പാപം പുറത്തു കൊടുത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ധാരാളമായി നൽകുമാറാകട്ടെ. നമ്മെയും അവരെയും നാളെ അള്ളാഹു അവന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.